പ്രകാശമാ മനസ്സിൽ കൂടിക്കൊള്ളും സർവശക്തനും നീയേ. അയ്യപ്പൻ വിളക്കായും മുരുകൻ വേലായും എൻ കൈവല്യ പഥത്തിൽ നീ നിറഞ്ഞാടുക നിത്യം. മദ്യത്തിനോടുള്ള ആസക്തി കൊണ്ട് സ്വന്തം ജീവിതവും സ്വന്തം മകളുടെ ജീവിതവും നശിപ്പിച്ച മിസ്റ്റർ കൃഷ്ണപിള്ളയുടെ കഥ വളരെ ദയനീയമാണ്. മീനാക്ഷി, മീനാക്ഷി, നേരത്തെ വന്നാ കൊള്ളാം. കൊള്ളാം. ഓഫീസിൽ ചെന്നാൽ തിരിച്ചു വരുന്നത് വരെ നിന്നെ പറ്റിയുള്ള ചിന്തയല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ല. ആനന്ദം, വരു പോവാം. ടാറ്റ. നീ ഒരു ദേവത തന്നെ. ഇങ്ങനെ കാത്തിരിക്കണോ? എന്തെങ്കിലും കഴിച്ച് കിടന്നുറങ്ങിക്കൂടെ? ഞാൻ വന്ന് നിന്നെ വിളിക്കൂലേ? സ്നേഹം കൂടുന്നല്ലോ. എനിക്ക് നിന്നോടുള്ള സ്നേഹം വർണ്ണിക്കണമെങ്കിൽ ഇനി കാളിദാസൻ വേറെ ഒന്ന് ജനിക്കണം. അറിയോ? എന്റെ ഭർത്താവിന് കുടി കൂടുന്തോറും എന്നോട് സ്നേഹവും കൂടും. നമുക്ക് വല്ലതും കഴിച്ചിട്ട് പോയി കിടന്നു ഉറങ്ങാം. ഫസ്റ്റ് വിനു, ചോറുണ്ണണമെങ്കിൽ നിന്റെ ചോറുണ്ണണം. നിങ്ങൾ ഒരു കൊതിച്ച എല്ലാം കഴിച്ചു വരാൻ തുടങ്ങി. നിങ്ങൾ ഒരു കാര്യം കൊതി തീരുവോ? തരുന്നത് നീയല്ലേ. മറ്റേ മോള് ഉറങ്ങിയോ? നല്ല ആളാ. മോളെ കാര്യം അന്വേഷിക്കുന്ന നേരം കണ്ടില്ലേ? പ്രോഗ്രസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഒരൊറ്റ എണ്ണത്തിന് മാർക്കില്ല. ഫസ്റ്റ് അതാണ് മോഡേൺ തിയറി. നല്ല തിയറി. രാവിലെ ഇറങ്ങി അങ്ങ് പോവും. പിന്നെ വരുന്നത് അർദ്ധരാത്രിയാ. വരുമ്പോ മൂക്കറ്റം കുടിച്ചിരിക്കും. പിന്നെയാണ് വീട്ടിലെ കാര്യമോ മോളുടെ കാര്യമോ കാണിച്ചു. നിങ്ങക്ക് വല്ല ഇതുകൊണ്ടോ? ഇതൊക്കെ കാരണം നിങ്ങളുടെ നശിച്ച കുടിയാ. മീനാക്ഷി, ഞാൻ കുടിക്കുന്നത് എന്റെ പോക്കറ്റിലെ പണം കൊണ്ടാണ്. നിന്റെ തന്തയുടെ വകയാണോടെ? എന്നെ തന്തയെ പറ്റി പറഞ്ഞാലോ വിളിച്ചാൽ എന്ത് ചെയ്യോടി? എന്ത് ചെയ്യോടി? മീനാക്ഷി, നീ പൊയ്ക്കോന്നല്ലേ? ഇന്ന് നീ ഉള്ളണമെന്ന് കാണണ്ട. പൊളിയ എല്ലാം അത്രയ്ക്ക് കുറുമായി. തകരട്ടെ തകരട്ടെ. എടി മീനാക്ഷി, 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 എടി മീനാക്ഷി.
ഇവിടെ നിന്നാ മതി, ഞാൻ പോയി കാപ്പി എടുത്തോണ്ട് വരാം. ഇതെന്താ മീനക്കുട്ടി? ആ, ഇതാണ് ഉടഞ്ഞ പ്ലേറ്റ്, കൂട്ടാൻ, ചോറ്, ഇത് കണ്ടില്ലേ, ഇതെല്ലാം ഉണ്ട്, കണ്ടില്ലേ? ആ, ഇന്നലെ നീയും നിന്റെ മോളും കൂടി വഴക്ക് കൂടിയിരിക്കും. എന്നാലും ഇങ്ങനെ നശിപ്പിക്കണോ മീനക്കുട്ടി? ഇത് നമ്മുടെ മുതലല്ലേ? ആ വിചാരം നിങ്ങൾക്കാ വേണ്ടത്. ഈ പരിപാടി തുടങ്ങിയിട്ട് കുറേ നാളായി. ഇതുവരെ ഞാൻ അപ്പപ്പ തൂത്തു വരുമായിരുന്നു. ഇന്നലെ ഞാൻ വിചാരിച്ചു ഇത് നിങ്ങളും കൂടെ കണ്ടിട്ട് മതിയെന്ന്. ഞാനും ഒട്ടും സംശയിക്കണ്ട മൈ ഡിയർ പിള്ളച്ചേട്ട, ഇതൊക്കെ നിങ്ങളുടെ കലാപരിപാടികൾ തന്നെ. അവിടുന്ന് കാണിക്കുന്ന ലീലാവിലാസങ്ങൾ വർണ്ണിക്കാൻ സാക്ഷാത് കുഞ്ഞൻ നമ്പ്യാർ വന്നാൽ പോലും സാധിക്കുന്നു തോന്നുന്നില്ല. ഞാൻ ഇതൊന്നും ഓർക്കുന്നില്ല മീനു. ഓർക്കുന്നില്ല? ഒറ്റ വാക്ക് മതി. എത്ര സൗകര്യം. എന്നെ അടിച്ചത് ഓർമ്മയുണ്ടോ? ഞാൻ നിന്നെ അടിച്ചെന്നു നിന്നോടെ എനിക്ക് ഓർമ്മയില്ല. ഞാൻ വേണോന്ന് വെച്ച് നിന്നെ അടിക്കുവോ? എങ്ങനെ വെച്ചാലും മേലുന്നോന്നത് എനിക്കല്ലേ. എന്നോട് ക്ഷമിക്കൂ മീനു, ക്ഷമിക്കൂ. രാവിലത്തെ കോട്ട അല്പം കൂടിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. അല്ലെങ്കിലേ ഇത്ര സ്നേഹം വരാൻ വഴിയില്ല. ദേ, ഇവിടെ നിന്നാ മതി, ഞാൻ പോയി ഈ ചായ എടുത്തോണ്ട് വരാം. മനസ്സിലായ? മീനാക്ഷി, മീനാക്ഷി. എന്താ എന്താ? ഞാൻ എടുത്തുതരാം. മോളെ, ഇപ്പൊ എന്താ ഇത്ര ആലോചിക്കാനിരിക്കുന്നു? നമുക്കിതൊക്കെ പതിവുള്ള കാര്യങ്ങളല്ലേ, സാരല്ലെന്നേ. കാപ്പിടിക്കണം. പിന്നെ ഇന്ന് ആനന്ദത്തിന്റെ കല്യാണ ആലോചനക്കാൻ വരുന്ന ദിവസമല്ലേ? അവരെപ്പോഴാ വരുന്നത്? ആ, അവിടെ ആ തകരാറ്. ആ, അവർ വരുന്നത് വൈകുന്നേരം 7 മണിക്കാ. അതിനെന്താ, അവർക്ക് നമുക്ക് നന്നായിട്ടൊരു ഊണ് കൊടുക്കാം. അപ്പോഴേ ഇന്ന് നമ്മൾ കുടിക്കാൻ പാടില്ല. പാടില്ല, പാടില്ല. ചെറുക്കന്റെ ആൾക്കാർ വരുമ്പോ പെണ്ണിന്റെ തന്ത കുടിച്ചുകൊണ്ടിരിക്കേ. മോശം. ദേ നോക്കണം, ആ. ഇവിടെ ഉള്ള സ്റ്റോക്ക് മുഴുവനും ഞാൻ കസ്റ്റഡിയിലെടുക്കും. അത് മാത്രമല്ല, നിങ്ങൾ ഇന്ന് പുറത്തു പോകാനും പാടില്ല. ശരി, ഞാൻ ഇന്ന് പുറത്തേക്ക് പോകുന്നേയില്ല. സന്തോഷം. അവര് പോയി കഴിഞ്ഞിട്ടോ? കൂടിയ തീരുമെങ്കിൽ ചക്കളായിക്കോളും. ആ, എനിക്കിന്ന് പുറത്തേക്ക് വരാൻ പറ്റില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട് ഇവിടെ. 1/2 മണിക്കൂർ മതി, ഉടനെ എത്താം. വേണ്ട വേണ്ട, തല പോണ കായാണെങ്കിലും ഇന്ന് എവിടെയും പോണ്ട. ആ എക്സ്പോർട്ട് ഡോക്യുമെന്റ് സാർ തന്നെ ബാങ്കിൽ നിന്ന് ഒപ്പിട്ടേ പറ്റും. ഓഫീസ് കാര്യമല്ലേ മീനാക്ഷി, പോകാതിരിക്കാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യാനാ? പോയതുപോലെ തിരിച്ചു വന്നേക്കാം. ഞാൻ ഇന്ന് മദ്യം കൂടത്തേ ഇല്ല. ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ തിരിച്ചിങ്ങോട്ട് വരിക. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇന്ന് ചെറുക്കന്റെ ആൾക്കാർ വരും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എല്ലാം ഓർമ്മയുണ്ട്. വന്നേക്കാം. കൃഷ്ണപിള്ള വന്നിരുന്നെങ്കിൽ നമുക്ക് തീയതി നിശ്ചയിച്ചിട്ട് പോകാമായിരുന്നു. ഒരു അത്യാവശ്യ കാര്യമായിട്ട് വെളിയിൽ പോയതാ, ഇപ്പൊ വരും. അതിനിടയിൽ നമുക്ക് ഊണ് കഴിക്കാം. ആ, എങ്ങനെയാവാം. വരണം. മോളെ, ഇതൊന്ന് വിളമ്പ്. മോളെ, ഇനി നീ ഞങ്ങൾക്ക് എന്നും വിളമ്പി തരേണ്ടവളാ. മഹാഭാരതത്തിൽ കുടിച്ചിട്ട് വന്നിരിക്കുന്നു. അതിനെന്താ ഞാൻ സ്റ്റഡിയാണ്. അതെ അതെ, നല്ല സ്റ്റഡിയാ. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വന്നില്ലെന്ന് പറഞ്ഞോളാം. നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നേ, അവര് പോയിട്ട് വന്നാ മതി. അല്ല മീനാക്ഷി, ആരാണ് വന്നതെന്ന് പറഞ്ഞു? ഇത് നല്ല കൂത്ത്. ആനന്ദത്തിന്റെ കല്യാണം ഉറപ്പിക്കാൻ അവരൊക്കെ വന്നിരിക്കുന്നില്ലേ? ഞാൻ ഊണോളം പേരുന്നു. അയ്യോ, എന്റെ മോളുടെ സംബന്ധക്കാര് വന്നിട്ട് ഞാൻ ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് എനിക്ക് മോശമല്ല. എന്നെ പറ്റി എന്താ അഭിപ്രായം ഉണ്ടാവും? ഞാൻ സ്റ്റഡി ചെയ്യാമെന്ന് നീ നടക്കും.
നിങ്ങൾ എവിടെയെങ്കിലും നീ പോന്നേ. നടക്ക്, ഞാൻ സ്റ്റഡി നിങ്ങൾ അകത്ത് വരണമേ. മീനാക്ഷി മുമ്പേ നടക്ക്. നിങ്ങൾ ഇവിടെ നിന്നാ മതി നീ. ആ അവളെ സമ്മതക്കാരെവിടെ? നീ എന്ത് വിളമ്പി? ആ മൈ ഡാർലിംഗ്, എന്റെ മോളെ കൊന്നുപോലെ. ആ നീ വിളമ്പി എവിടെ? എന്താ ഇനി ആദ്യമായിട്ട് വരുമ്പോ മധുരല്ലേ വിളമ്പണ്ട? ഞാൻ വിളമ്പാൻ പാൽ. നിങ്ങൾ ഇങ്ങ് തന്നെ. ഞാൻ വിളമ്പാമെന്ന് എനിക്കറിയാം. വിളമ്പാൻ എവിടെ? പ്രഥമൻ എവിടെ? പ്രഥമൻ ഇക്കണക്ക് ഇവിടുന്ന് സംബന്ധം കഴിച്ചാൽ എന്റെ മോനെ നിങ്ങൾ കുടികാരനാക്കൂലോ. ആ ഇന്ന ഉണ്ടൊക്കെ പോണു. എന്റെ മോനെ ഉദ്ദേശിച്ചല്ല, എന്റെ മോളെ ഞാൻ വളർത്തിയത്. എന്റെ മോളെ ഞാൻ 1000 IOSകാർക്ക് എല്ലാവരും കഴിച്ചോളൂ. നിങ്ങൾ എന്തായി കാണിച്ചത്? മീനാക്ഷി, നീ ഇങ്ങനെ പിണങ്ങിയിരുന്നാലും വിവരം അറിഞ്ഞപ്പോഴേ ഞാൻ ക്ഷമ പറഞ്ഞില്ലേ? ഞാൻ ചെയ്തത് തെറ്റ് തന്നെ. ഒരച്ഛനും സ്വന്തം മകനോട് ഇത്രയും ക്രൂരമായിട്ട് പെരുമാറാൻ പാടില്ലായിരുന്നു. എല്ലാം ശരി. നീ ഇങ്ങനെ മിണ്ടാതിരുന്നാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. നീ ഒന്ന് മിണ്ട എന്റെ പൊന്നു മീനാക്ഷി. മീനാക്ഷി, അച്ഛൻ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. മോൾ എന്ത് പറഞ്ഞാലും അച്ഛൻ ചെയ്യും. അച്ഛൻ എന്ത് ചെയ്താലും മോളോട് ചെയ്ത ദ്രോഹത്തിന് പകരമാവില്ല. പറയൂ മോളെ. അച്ഛൻ ഇനിമേലും ഒരു ആലോചനയും കൊണ്ടുവരരുത്. ആ ഒരു ഉപകാരം ചെയ്താൽ മതി. മോളെ. അതെ അച്ഛ, അച്ഛനെ അറിയുന്നവരാരും എന്നെ കല്യാണം കഴിക്കില്ല. തീർച്ച. ഇന്നലെ ഒരു ദിവസം കുറച്ചു നേരത്തേക്കെങ്കിലും അച്ഛനെ കുടിക്കാതിരിക്കാൻ സാധിച്ചില്ലല്ലോ. എന്റെ കല്യാണത്തിനെക്കാട്ടിലും വലുതാണോ അച്ഛനെ കുടി? മോളെ, അച്ഛന്റെ പൊന്നു മോളെ, അച്ഛൻ ഇനി കുടിക്കില്ല. മോളാണ് സത്യം. മീനാക്ഷി, നീ മോളും എന്നെ വിശ്വസിക്കും. ഇതിലും ഭേദം ഞങ്ങൾ രണ്ടുപേരെയും കൊല്ലുകയായിരുന്നു നല്ലത്. ഇല്ല, തീർച്ചയായും ഞാൻ ഇനി കുടിക്കില്ല. അതിനുള്ളൊരു മാർഗം കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെന്തോന്നു? ഞാൻ എത്ര ശ്രമിച്ചിട്ടും നിൽക്കാത്ത ഈ ശീലം മാറ്റാൻ ഒറ്റ വഴിയോ ചികിത്സിച്ചത് മാറ്റുക. ഞാൻ ഇപ്പൊ തന്നെ ഒരു ഡോക്ടറെ കാണാൻ പോവുകയാണ്. ഇപ്പറയുന്നത് നേരാണോ അതോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാറുമോ? ഇല്ല ഇല്ല ഇല്ല. എങ്കിൽ ഞാനും കൂടെ വരാം. ശരി. ആൽക്കഹോൾ തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വിചിത്രമായ പെരുമാറ്റം ചിലർ കാണും. മദ്യപാനം തെറ്റാണെന്ന് ഉപബോധ മനസ്സ് ഓർമ്മിപ്പിക്കുമ്പോഴുള്ള പ്രതികരണമാണ് മറ്റുള്ളവരോട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുക, നിസ്സാര കാര്യത്തിന് പ്രകോപിതനായി വഴക്കിടുക, മദ്യലഹരിയിൽ കാണിക്കുന്ന അബ്നോർമൽ ബിഹേവിയർ പാടെ മറന്നു പോവുക, ഇവയൊക്കെ. മിസ്റ്റർ പിള്ള ഇന്നൊരു രോഗിയാണ്. രോഗിയായത് അമിതമായ മദ്യപാനം കൊണ്ടാണെന്ന് മാത്രം. രോഗത്തിന് വേണ്ടത് ചികിത്സയാണ്. അത് നമുക്ക് ചെയ്യാം. ഓൺ വൺ കണ്ടീഷൻ. എന്താ ഡോക്ടർ? ഞാൻ എന്ത് ചെയ്യണം? ദാറ്റ് ഷോസ് യു ആർ വില്ലിംഗ് ടു കോപ്പറേറ്റ്. ദാറ്റ്സ് ഗുഡ്. മിസ്സിസ് പിള്ളയും ഈ കാര്യത്തിൽ സഹകരിക്കണം. ഞാൻ എന്ത് വേണമെന്ന് പറയൂ ഡോക്ടർ. മദ്യപാനം നിർത്തുമ്പോൾ അത് ശീലിച്ചു പോയ ഒരാളിന് വളരെയധികം ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ടെൻഷൻ ഉണ്ടാവും. കുറച്ച് ദിവസത്തേക്ക് അവരത് പ്രകടമാണ്. വളരെ പ്രയാസം തോന്നും. ആ ഘട്ടം തരണം ചെയ്യാനുള്ള ധൈര്യവും ഒത്താശയും നൽകേണ്ടത് ഭാര്യയും കുടുംബാംഗങ്ങളുമാണ്. കൂടാതെ ഒരിക്കലും ഈ അവസ്ഥയിലുള്ള രോഗിയെ കുറ്റപ്പെടുത്താതിരിക്കാനും ശ്രദ്ധിക്കണം. ഈ ഉപദേശം അക്ഷരം പ്രതി ഞങ്ങൾ അനുസരിക്കാം. ഇദ്ദേഹത്തിന്റെ രോഗം മാറിയാ മതി. എന്നാൽ മിസ്റ്റർ പിള്ളയുടെ രോഗം ഞാൻ മാറ്റിയെടുക്കാമെന്ന് നിൽക്കുന്നു. പരിശോധനകൾ കഴിഞ്ഞ് ചികിത്സാ രീതിയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ അറിയിക്കാം. മീനു, എന്റെ പൊന്നു മീനാക്ഷി അല്ലേ, ഒരു പെഗ് എനിക്ക് താ. അത് കഴിഞ്ഞിട്ട് നീ എന്ത് മരുന്ന് വേണമെങ്കിലും താ. വേണമെങ്കിൽ വിഷം തന്നാലും ഞാൻ കഴിച്ചോളാം. ഡോക്ടർ പറഞ്ഞിട്ടില്ലേ വേണ്ടെന്ന്? ഇന്ന് ഒരു ദിവസം അയ്യോ, എന്നെ കൊല്ലാനാണ് അയാൾ എന്നെ ഒന്ന് പറഞ്ഞേക്കണം. വേണ്ടെന്നേ. ആ കിടന്നു കിടന്നു മതിയാ. ഞാനാണ് പറയുന്നത് എനിക്കൊരു പെഗ് തരാൻ. ഞാൻ പോയി കഴിച്ചിട്ട് വരാം. ഇങ്ങനെ വിടാനാണ് പറഞ്ഞത്. ചത്തു. മിസ്റ്റർ പിള്ള, എന്താണിത്? ഒന്ന് സമാധാനമായി കിടക്കൂ പ്ലീസ്. ഡോക്ടറെ, ഒരു പെഗ് ഇന്നത്തേക്ക് എനിക്ക് താ. അത് പറ്റില്ല. കഴിച്ചാൽ ഇതുവരെ നമ്മൾ ചെയ്ത ചികിത്സയ്ക്ക് പ്രയോജനമില്ലാതാവും. മാത്രമല്ല, ഇനിയും കഴിച്ചു തുടങ്ങിയാൽ പിന്നെ നിർത്താനും പറ്റില്ല. പേടിക്കാനൊന്നുമില്ല. ഇത് മദ്യപാനം നിർത്തിയതിന്റെ വിഡ്രോയ സിംറ്റമാണ്. താനെ മാറിക്കോളൂ. ശ്രദ്ധിച്ചോണം കേട്ടോ. എന്താ മിസ്റ്റർ പിള്ള ഇത്? കിടക്കുന്നു.
അത് സാരമില്ല, ഞാൻ പോയി മരുന്ന് കൊടുത്തേക്കാമേ. അയ്യോ ദേ, ഡോക്ടർ പറഞ്ഞു. മീനാക്ഷി, അയാൾ എന്നെ കൊല്ലാൻ കൊണ്ടുവന്നാണ്. ഒന്ന് തോന്നരുത്, കിടക്കണേ. അയ്യോ ഓ, നീ പോ നിങ്ങളൊന്ന് പറഞ്ഞേക്ക് പോ. ഓ. മുറ്റടിയിൽ ഞാൻ പറഞ്ഞേക്കാം. ഓ. ഒന്നും മുൻപിലേ കിടക്കണേ. അയ്യോ എനിക്ക് കിടക്കാൻ വയ്യ, ഞാൻ ചത്തു. ദാ, കാപ്പി. ദേ, അയ്യോ ഞാൻ പേടിച്ചു പോയല്ലോ. നിങ്ങൾ എന്നെ പേടിപ്പെടുത്തി കളഞ്ഞല്ലോ. ദാ, കാപ്പി കുടിക്കുന്നു. എന്തുവാടാ കുറെ നേരം ആയല്ലോടാ കിടന്ന് പറയുന്നത്. ആര്? എന്തുവാടാ, ഒരാളൊന്നുമല്ല, ഒത്തിരി ആളുണ്ട്. ഏ? എന്നെ ചീത്ത പറയുന്നത് കേട്ടില്ലേ? ആര് ചെയ്തു? ആ നീ എങ്ങനെ കേൾക്കും? നീ അവരുടെ കൂടെ വന്നതല്ലേ. എന്നെ എന്തുവാടാ കൊല്ലുവന്ന? ആ അത് കയ്യിലിരിക്കട്ടെ. ദേ, എടാ 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 കഴിവെടാ മോനെ. അയ്യോ, എന്താ ഇത് പറയുന്നത്? ആ കൊല്ലടാ, കൊല്ലി അയ്യോ, കൊല്ലടാ, എന്താ വരുന്നേ? കൊല്ലടാ. നിനക്ക് സമാധാനമായില്ല. ആ അപ്പൊ ചീത്ത പറയുന്നത് കേട്ടില്ലേ? ആര് ചെയ്തു? ഏ നിനക്ക് കേട്ടിട്ടോ? എടാ അവിടെ ആരില്ല? വേണ്ട വേണ്ട, അത്രയ്ക്കൊന്നും വേണ്ട. നിങ്ങളൊന്ന് സമാധാനപ്പെടും. അടിമൂർക്കൻ, എട്ടടിമൂർക്കൻ പാമ്പ്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങൾ ചെയ്യുന്നേ? അയ്യോ ഞാൻ എങ്ങനെ ഇറങ്ങണ്ട, ആ പാമ്പ് കിടക്കുന്ന കണ്ടില്ലേ? അവിടെ പാമ്പ് ഉണ്ടോ? അതെന്നെ കൊത്തും. അയ്യോ അവൻ അയച്ചതാണ് എന്നെ ഞാൻ കൊത്താൻ. എന്നെ പറഞ്ഞ അവിടെ ഒന്നും ഇല്ലെന്നേ. ആ, നിനക്ക് കാണാനൊക്കില്ല, സത്യസന്ധനായ എനിക്ക് ഞാൻ പോയി കാണാൻ. അങ്ങോട്ട് പോവില്ല, പാമ്പ് കടിക്കും. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. പാമ്പില്ലെന്നേ. ഞാൻ വരുന്നു എന്നെ പാമ്പ് കടിച്ചില്ല. ഞാൻ നിങ്ങൾ എന്താ ഈ പറയുന്നത്? അയ്യോ പാമ്പ് പാമ്പ്. അവിടെ ഒന്നും അയ്യോ ദേ പാമ്പ്, രാജവെമ്പാല പാമ്പ്. ദേവി ദേവി, എന്റെ പൊന്നു ദേവി, കണ്ടോ ദേവിയെ കണ്ടോ? ദേവി അവൻ അയച്ചതാണ് എന്നെ രക്ഷിക്കാൻ. എന്തെങ്കിലും എന്താ ദേവി ഇവരെല്ലാം കൊല്ലണം, ഇവരെല്ലാം കൊല്ലണം. നിനക്ക് കാണാനൊക്കില്ല, എനിക്ക് കാണാം. എടാ ചുണ ഉണ്ടെങ്കിൽ വാടാ. എന്താണ് ആ എനിക്ക് പേടിയൊന്നുമില്ല. ദേവി ദേവി എന്നെ വിട്ടു പോവല്ലേ, ഇവരെല്ലാവരും കൂടി എന്നെ കൊല്ലും. ദേവി എന്റെ ദേവിയ, എന്റെ ദേവി ദേവി. മിസ്റ്റർ പിള്ള, നിങ്ങൾ പൂർണ്ണമായും സുഖം പ്രാപിച്ചിരിക്കും. എന്താ രണ്ടുപേർക്കും സന്തോഷമായല്ലോ? ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിച്ചു ഡോക്ടർ. മിസ്റ്റർ പിള്ള, ഞാൻ പറഞ്ഞൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മദ്യപാനം തുടങ്ങരുത്. ഇല്ല ഡോക്ടർ. മദ്യപിക്കുന്ന കമ്പനി ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി തുടങ്ങിയാൽ വീണ്ടും പഴയതുപോലെ ആയിത്തീരും. അത് ഓർമ്മ വേണം. ഇല്ല ഡോക്ടർ, ഞാൻ ഇനി മദ്യം തൊടില്ല. മദ്യത്തെ പറ്റി കേൾക്കുന്നതും സംസാരിക്കുന്നതും എനിക്ക് വെറുപ്പായിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് തന്നെ പോവാണ് ഡോക്ടർ. ഓ യെസ്, എപ്പോ വേണമെങ്കിലും പോകാമല്ലോ. വിഷ് ആൾ ദി ബെസ്റ്റ്. ഓക്കെ. താങ്ക് യു ഡോക്ടർ. മുഹൂർത്തമാണ്, ജോൺസിന് തന്ന കുറിപ്പാണ്. ഉള്ള ഒരു ബാങ്ക് ഓഫീസറായിരുന്നു മിസ് അരവിന്ദൻ. സമുദായത്തിൽ മാന്യം നടിക്കുന്ന ചില പണക്കാരുടെ കൂട്ടുകെട്ടിലാണ് അരവിന്ദൻ മദ്യപാനം തുടങ്ങിയത്. വെറും ഒരു ഗ്ലാസ് ബിയർ തുടങ്ങിയ അരവിന്ദന്റെ തകർച്ച, ആ നല്ല കുടുംബത്തിന്റെ തകർച്ച നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ്. സാർ, പോൾ സാർ ഫോൺ ചെയ്തിരുന്നു. 20,000 രൂപയുടെ ഒരു ചെക്ക് വന്നിട്ടുണ്ട്, അതൊന്ന് പാസ്സാക്കി വിടണമെന്ന്. അക്കൗണ്ടിൽ എമൗണ്ട് ഇല്ല. പിന്നെ എങ്ങനെ പാസ്സാക്കാനാ? നാളെ അടച്ചുകൊള്ളാമെന്ന് സാറിനോട് പറയാൻ പറഞ്ഞു. നിയമം വിട്ട് കളിക്കുന്ന ആളല്ല ഞാനെന്ന് പറയാൻ വിചാരിച്ചു. ഞാനത് പറഞ്ഞു. അപ്പോൾ സാറിനോട് വിളിച്ചു പറഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞു. ഹലോ, പൊന്നെ, നാളെ അടയ്ക്കാമെന്ന് പറഞ്ഞില്ലേ? ഇത് ബാങ്കിന്റെ പണമല്ലേ സാർ? ഞങ്ങൾ വെറും ജീവനക്കാർ. എന്തെങ്കിലും സംഭവിച്ചാൽ കയ്യിൽ നിന്നെടുത്ത് അടയ്ക്കാനുള്ള സൗകര്യമൊന്നും ഉള്ളവരല്ല ഞങ്ങൾ. തെറ്റിദ്ധരിക്കരുത്. ശരി, ഒരു ഉപകാരം, 1 മണിക്കൂർ സമയം തരണം. ഐ വിൽ മേക്ക് അറേഞ്ച്മെന്റ്സ്. ഓ, അത് ചെയ്യാം. നീ ആ റീജിയണൽ ഓഫീസർക്ക് ഒന്ന് ഫോൺ ചെയ്യൂ. ആ ചെക്ക് ഒന്ന് പാസ്സാക്കി അയക്കും. അയാളൊന്ന് അറിയണമല്ലോ നമ്മളത്ര ആപ്പേ ഉപ്പൊന്നും അല്ലെന്ന്. എന്നാ ഞാൻ ഫോൺ ചെയ്ത് പറയാം. പക്ഷെ ഇനി അയാളെ കൊണ്ട് തന്നെ സമ്മതിപ്പിക്കാമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അത് പിന്നെ, നീ ഇപ്പൊ ഒന്ന് ഫോൺ ചെയ്യും. ഉം. മോളെവിടെ? ആ, അമ്മയും മോളും കൂടെ അച്ഛനെ കാത്തു നിൽക്കുകയായിരുന്നു. മോൾ ഒരുപാട് നേരമായി അച്ഛനെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. അച്ഛൻ വരുന്ന സമയം മോക്കറിയാം. അമ്പടി മിടുക്കി. ആ.
എന്താ രണ്ടുപേരും കുളിച്ചൊരുങ്ങി നിൽക്കുന്നത്? മറന്നുപോയോ? ജന്മദിനല്ലേ? ഓ, ഞാൻ അക്കാര്യം അങ്ങ് മറന്നുപോയി. മോളുടെ എന്റെ ജന്മദിനാണെങ്കിൽ മറക്കാറില്ല. അവനവന്റേതായപ്പോ മറന്നു. വേഗം പോയി കുളിച്ചിട്ട് വന്നാട്ടെ. ദീപാരാധനയ്ക്ക് അമ്പലത്തിലെത്തണം. അച്ഛൻ വേഗം കുളിച്ചിട്ട് വരാം കേട്ടോ മോളെ. കൊഞ്ചല് കുറെ കൂടുന്നുണ്ട് നിനക്ക്. മോള് കണ്ണടയ്ക്കാം. ആദ്യം ആര് തരുന്നു അത് മോള് കഴിക്കാം. ആ, കഴിക്ക് കഴിക്ക് കഴിക്ക്. നീ കഴിക്കേ, ഞാൻ മോക്ക് കൊടുത്തോളാം. ഓ, അച്ഛൻ്റെ ഒരു മോള്. അച്ഛൻ തന്നാ മതി. ആ. I am a musician. I am a musician. We are musician. I can play. പ്ലേ ഒക്കെ മതി. പാല് കുടിച്ച് അച്ഛനും മോളും കിടന്നുറങ്ങാൻ അതെ അതെ, മോള് പാല് കുടിച്ച് വേഗം കിടന്ന് ഉറങ്ങാൻ നോക്ക്. വേണ്ട വേണ്ട, അച്ഛനും കിടന്നുറങ്ങേ പറ്റൂ. അച്ഛൻ അടുത്ത് കിടന്നാലേ മോൾക്ക് ഉറക്കം വരുള്ളൂ. അല്ലേ മോളെ? മോള് വന്ന് പാല് കുടിക്കും. അമ്മയ്ക്ക് പാല്. അമ്മയ്ക്ക് അച്ഛന്റെ ഈ ഗ്ലാസ്സിലെ പാതി പാല് അമ്മയ്ക്കുള്ളതാണ്. ഒരു നാണമില്ലാത്ത മനുഷ്യൻ. ഓ പിന്നെ, അച്ഛനും അമ്മയും കെട്ടിപ്പിടിച്ചാലേ എന്റെ മോക്ക് ഉറക്കം വരുള്ളൂ. അല്ലേ മോളെ? ആ, അറിയിക്കോ അറിയിക്കോ, അച്ഛന്റെ മോളെ അറിയിക്കോ. മോള് റെഡി. ഇവള് പറയുന്ന കേട്ടാ തോന്നും സ്കൂളിൽ വരുന്നതിനേക്കാൾ അച്ഛന്റെ കൂടെ സ്കൂട്ടറിൽ വരുന്നതിനാണ് ഉത്സാഹമെന്ന്. അയ്യോ, പേരെടുക്കാൻ മറന്നുപോയല്ലോ. രാവിലെ ഒന്നും വരുത്തുന്നു. ഈ അച്ഛൻ എന്നും എങ്ങനെയാ? എന്തെങ്കിലും മറക്കും. ചെല്ല്. ഇന്നൊരു ദിവസം പാൻ ഇല്ലാണ്ട് പോയാ മതി. അയ്യോ, അത് പറ്റില്ല. ചെല്ല് ചെല്ല്. ചെല്ല്. നിന്റെ തള്ള പോയാ പേനയും കൊണ്ടുവരാൻ നേരം വെളുക്കും. അച്ഛൻ പോയി നോക്കട്ടെ. ഇത് എന്നും പറയുന്ന തന്നെയാ. നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. ഇനി ഈ പതിവ് നിർത്തുന്ന നല്ലത്. മോള് പറഞ്ഞു കേട്ടില്ലേ, ഇപ്പോഴത്തെ പിള്ളേരാ. സാറിന് ഇവിടെ തന്നെ മാനേജറെ കൺഫേം ചെയ്തതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു. ഞങ്ങളുടെ വകയായി വൈകുന്നേരം സാറിനൊരു പാർട്ടി അറേഞ്ച് ചെയ്തോട്ടെ? ഓ, ആയിക്കോട്ടെ. വേണ്ട, ഞാൻ കഴിക്കാറില്ല. ഇങ്ങതാ, ഞാൻ കഴിച്ചോളാം. അവൻ ലോണായ പോട്ടെ. അവനെ നോക്കണ്ട. അതെ അതെ, മാനേജർ തന്നെ കൂടെ. Are you sleeping? Are you sleeping? Father John, Father John. അച്ഛൻ വന്നു. മോൾ ഇറങ്ങിപ്പോയി നമ്മ പറഞ്ഞു. എന്താ ഇത്ര താമസിച്ചത്? അല്ല, മോൾ ഉറങ്ങിപ്പോയോ? അവളെ അച്ഛനോട് പിണങ്ങി കിടക്ക്. പിണക്കം മോക്കാണോ അതോ അമ്മയ്ക്കാണോ? മോൾ ഉറക്കമായതുകൊണ്ട് അമ്മയുടെ പിണക്കം ആദ്യം തീർത്തുകളെ. മോള് ഉറങ്ങിയിട്ടില്ല, ചുമ്മാ കിടക്ക്. മോൾ ഉറങ്ങിപ്പോയതുകൊണ്ട് അവളെ ഉണർത്തണ്ട. അവളുടെ ഉമ്മ നാളെ കൊടുക്കാം.
ഇന്നത്തെ ഉമ്മ ഇന്ന്, നാളത്തെ ഉമ്മ നാളെ. അച്ഛനെ പറ്റിക്കായിരുന്നു. അച്ഛന് ഉദ്യോഗ കയറ്റം കിട്ടിയതിന് ഓഫീസിലുള്ളവർ ഒരു പാർട്ടി വന്നു കയറിയപ്പോ ഞാൻ ചോദിച്ചിട്ട് മിണ്ടിയില്ല. മോൾക്ക് ചോദിക്കാൻ തന്നെ ഉത്തരം കിട്ടി. അത് വേറെ കാര്യം അല്ലേ മോളെ? വന്ന് വല്ലതും കഴിക്കൂ. അവിടുന്ന് കഴിച്ചു. എങ്കിലും അമ്മയുടെയും മോളുടെയും കൂടെ കഴിക്കാൻ ഇച്ചിരി സ്ഥലം ബാക്കിയിട്ടിട്ടുണ്ട്. പാർട്ടി കേമമായിരുന്നു. ഗംഭീരം. ഓരോരുത്തന്മാര് കാണിച്ച വികൃതികൾ കാണേണ്ടതായിരുന്നു. അതെന്താ? ആ പാർട്ടിയല്ലേ, എല്ലാവരും കുറേശ്ശെ മിനിങ്ങി. അപ്പൊ നിങ്ങള്? തൊട്ടില്ല. അവരെല്ലാം നിർബന്ധിച്ചു. എന്നെ അങ്ങ് വിട്ടേക്കണേന്ന് ഞാൻ പറഞ്ഞു. ഈശ്വര, എന്റെ മോളുടെ ഭാഗ്യം. ദൈവത്തെ ഓർത്ത് ഒരിക്കലും അത് മാത്രം തുടങ്ങരുത്. അപ്പോഴത്തെ നീ അങ്ങ് സീരിയസ് ആയി. മോക്ക് വിശക്കുന്നുണ്ടായിരുന്നു. മോക്കും അച്ഛനെ ഇന്ന് ഒറ്റ പ്ലേറ്റ് മതി അല്ലേ മോളെ? നമസ്കാരം. നമസ്കാരം. മിസ്റ്റർ പോൾ ഇല്ലേ ഇവിടെ? ഉണ്ട് സാർ. വന്നാട്ടെ, അകത്തോട്ടിരിക്കാം. നമസ്കാരം. നമസ്കാരം. ഇത് മിസ്റ്റർ അരവിന്ദൻ, ഞങ്ങളുടെ പുതിയ ബ്രാഞ്ച് മാനേജർ. മിസ്റ്റർ പോൾ, മിസ്സസ് പോൾ. ഹലോ. ഇരിക്കൂ ഇരിക്കൂ. അപ്പൊ കുടിക്കാൻ ചായയോ കൂൾ ഡ്രിങ്ക്സോ? എനിത്തിങ്. ഈ സമയത്ത് ചായയോ? നമ്മുടെ പതിവ് സാധനം തന്നെ ആയിക്കോട്ടെ. അതെ അതെ അതെ. ജോണേ, എന്തോ? എടുത്തോ. എടുക്കാമേ. മിസ്റ്റർ പോളിനെ കൊണ്ട് ഒരു പ്രധാന കാര്യം സാധിക്കാനുണ്ടായിരുന്നു. എന്തെങ്കിലും സാധിക്കാനല്ലാതെ സാറിങ്ങോട്ട് വരത്തില്ലെന്നറിയാം. ഞങ്ങൾ വന്നത് ബിസിനസ് കാര്യമാണെങ്കിൽ വരട്ടെ. ഒരു ചിയേഴ്സ് പറയാതെ ഞാൻ ഒരു ബിസിനസ് കാര്യവും സംസാരിക്കാൻ തുടങ്ങില്ല. ശരി, അങ്ങനെ ആയിക്കോട്ടെ. മിസ്സസ് പോളിന്റെ ഫോട്ടോ തരാത്ത ഒരു ഒറ്റ പത്രവും ഇല്ലെന്നായല്ലോ. ഒരു കാര്യം സമ്മതിക്കും, നിങ്ങളുടെ ലേഡീസ് ക്ലബ്ബ് വളരെ ആക്റ്റീവ്. അയ്യോ, ക്ലബല്ല, ഇവളാണ് ആക്റ്റീവ്. എന്നെ കണ്ടമാൻ അങ്ങ് പൊക്കല്ലേ. ഇവിടെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല, സ്വല്പം കഴിക്കാം. റീജിയണൽ മാനേജരും ഒക്കെ ഓഫീസില്. ഏയ്, എനിക്കങ്ങനെയൊന്നുമില്ല. ഓഫീസിന് വെളിയിൽ ഐ ആം ഗെയിം. ഇല്ല, ഞാൻ കഴിക്കാറില്ല സർ. വേണ്ട. ശരി, അത് പറ്റില്ല. ബാങ്കിങ് ബിസിനസിന് ഇത്തരം കമ്പനികളൊന്നും അങ്ങനെ അങ്ങ് ഒഴിവാക്കാൻ പറ്റില്ല, അല്ലേ മിസ്സസ് പോൾ? ബാങ്കിങ് ബിസിനസിന് മാത്രമല്ല, ഒരു ബിസിനസിന് ഇവനില്ലാതെ പറ്റില്ല. ആണായാൽ സ്വല്പം കഴിക്കണം. വേണ്ട, എനിക്ക്. ജോണേ, ഒരു ബിയറിംഗ് എടുത്തേ. അത് മര്യാദയല്ല മിസ്റ്റർ അരവിന്ദൻ. അവർ കഴിക്കില്ല. ഇതിനങ്ങനെ ചില ചിട്ടകളൊക്കെ ഉണ്ട്. ഞാൻ ഇന്ന് വരെ കഴിച്ചിട്ടില്ല. ഇന്ന് തുടങ്ങാം, നല്ല ദിവസമാണ്. അവളുടെ കൈ ഐശ്വര്യമുള്ളതാ. അവള് തുടങ്ങി വെച്ചതൊന്നും ഇതുവരെ മോശമായിട്ടില്ല. ആ ഗ്ലാസ് അങ്ങ് വാങ്ങും മിസ്റ്റർ അരവിന്ദൻ. നമ്മൾ ഇതുവരെ ബിസിനസ്സിലേക്ക് കടന്നിട്ടില്ല. കഴിക്കണം പ്ലീസ്. ആ, ഇനി വന്ന കാര്യം പറയാം. മിസ്റ്റർ പോളിന്റെ കസിനാണല്ലോ മുണ്ടക്കയത്തെ ഫിലിപ്പ് മാത്യു. അതെ. പുള്ളി ഇപ്പൊ ഒരു എസ്റ്റേറ്റ് കൊടുത്തല്ലോ. 50 ലക്ഷത്തിനാണ് കൊടുത്തത്. അതിൽ പകുതി എമൗണ്ട് എങ്കിലും നമ്മുടെ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇടണം. അതിനാണ് ഞങ്ങൾ വന്നത്. ഈ നിസ്സാര കാര്യത്തിന് ഇങ്ങോട്ട് വരണമായിരുന്നു. ഒരു ഫോൺ ചെയ്താൽ പോരെ? അതല്ലല്ലോ മര്യാദ. അതങ്ങ് തീർത്താട്ടെ. വിസ്കി ആണെങ്കിൽ ബാക്കി അടച്ചു വെക്കാം. ബിയർ തുറന്നാൽ അത് മുഴുവൻ തീർത്തേ പറ്റും. വേണ്ട, വേണ്ടെങ്കിൽ നിർബന്ധിക്കണ്ട. അപ്പൊ നമ്മുടെ കാര്യമായിട്ടല്ലോ. അത് നമ്മുടെ സ്വന്തം കാര്യമല്ലേ. അതങ്ങ് നടന്നു എന്ന് കരുതി വെച്ചാ മതി. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ കാര്യം? ഓ, അതൊന്നും പറയണ്ട മിസ്റ്റർ അരവിന്ദൻ. ഇപ്പോഴല്ലേ നമ്മളെ പരിചയപ്പെട്ടത്. നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ മിസ്റ്റർ അരവിന്ദൻ ഒരു കാര്യം പറഞ്ഞു. നിങ്ങളൊരു കാര്യം ചെയ്യും, വസ്തുക്കളൊക്കെ ഉള്ളതല്ലേ, ഒരു പെർമനന്റ് ഓടിക്ക് അപ്ലൈ ചെയ്യും. അരവിന്ദൻ റെക്കമെൻഡ് ചെയ്യും, ഞാൻ പാസ്സാക്കിയേക്കാം. എന്താ? മോളങ്ങോട്ട് മാറി നിൽക്കും. അച്ഛൻ വല്ലാണ്ട് വേർതിരിക്കും. മുഖവും കാലും ഒക്കെ കൈയിട്ട്.
എന്താണ് ഇത്ര താമസിച്ചത്? ബാങ്കിലെ കാര്യത്തിന് വേണ്ടി ചിലരെ കാണാൻ പോയി. അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ചില്ല, ഉമ്മയും തന്നില്ല. അച്ഛൻ ക്ഷീണിച്ചു വന്നല്ലേ മോളെ? അച്ഛനെന്താ കിടക്കുന്നേ? ഞാനൊന്ന് കിടക്കട്ടെ. മോളെ വിളിച്ചോണ്ട് പോയി വല്ലതും. ഒന്നും കഴിക്കണ്ടേ? വേണ്ട. മോളിങ് പോര്. അപ്പൊ മോക്ക് ആരോ വാരിത്തരുക? കരയാതെ, നല്ല മോളല്ലേ, കഴിക്കും. കഴിക്കും മോളെ, നല്ല കുട്ടിയല്ലേ. കരയാതെ. കഴിക്കും മോളെ, നല്ല കുട്ടിയല്ലേ. അരവിന്ദൻ വന്നോ? ഇരിക്കണം. ഈ ഡോക്യുമെന്റ്സ് ഇന്ന് തന്നെ റിസർവ് ബാങ്കിൽ എത്തിക്കേണ്ടതാ. അതുകൊണ്ട് ആ ഫയലുമായിട്ട് അരവിന്ദൻ നേരിട്ട് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞത്. ലെറ്റ് മി ഗോ ത്രൂ ഇറ്റ്. അരവിന്ദൻ വെറുതെ ഇരിക്കണ്ട. കഴിക്കണം. യെസ്. ഇദ്ദേഹം ഞങ്ങൾ റീജിയണൽ മാനേജർ. ഇത് മിസ്സിസ് പോൾ. നമസ്കാരം. ഇത് ബാക്കി ഞാൻ പരിചയപ്പെടുത്താം. ഇത് എന്റെ ഭർത്താവ്. നമസ്കാരം. ഇത് മിസ്സസ് ഫിലിപ്പ്. ഇത് മിസ്റ്റർ ഫിലിപ്പ്. ഇത് ഇദ്ദേഹത്തിന്റെ ഭാര്യ. ഇത്തിരി വൈകിപ്പോയി. ലേറ്റ് മാരേജ് ആണ്. നോ നോ, നമുക്ക് അങ്ങോട്ടിരിക്കാം. ഞാൻ ഇവിടെ ഇരുന്നോളാം. വേണ്ട, പാർട്ടി നടക്കട്ടെ. ഓക്കെ. ഞങ്ങൾക്ക് കൂൾ ഡ്രിങ്ക്സ് ആയി. എനിക്ക് എക്സ്ക്യൂസ് മീ, 1 second. ഇങ്ങനെ വരും. മിസ്സസ് ഫിലിപ്പിന് വേണ്ടേ? മിസ്റ്റർ അരവിന്ദൻ, യു ഹാവ് മേഡ് എ വെരി ഫൈൻ സ്റ്റാർട്ട്. നമ്മൾ FD കളക്ഷൻസിൽ നല്ല എഫേർട്ട് എടുത്ത് ഒരു റെക്കോർഡ് സൃഷ്ടിക്കണം. ഐ നോ യു ആർ എ മാൻ ഓഫ് ഡ്രൈവ് ആൻഡ് ഡെഡിക്കേഷൻ. ഇന്ന് നിങ്ങളുടെ റീജിയണൽ മാനേജറുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ? എന്തെങ്കിലും കഴിക്കണം മിസ്റ്റർ അരവിന്ദൻ. ഭാര്യ അപ്പുറത്തല്ലേ, ഇത് കഴിക്കൂ. ഇവിടെ ഇരിക്കണം.
എവിടെയെങ്കിലും കാണും. ഒരു വീട്ടിലേക്ക് പോകും. എന്താ ഇത്? നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കങ്ങ് പോകും. മിസ്റ്റർ അരവിന്ദൻ, മിസ്സസിന് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. ആൻഡ് ഷീ ഈസ് റൈറ്റ്. യു ഹാവ് ടേക്കൻ ടു മച്ച്. ഇനി ഇവിടെ നിൽക്കേണ്ട, വീട്ടിൽ പോ. വരാനാ പറഞ്ഞത്. രാധേ, നീ എന്നോട് ക്ഷമിക്കണം. കരയാതെ. ഞാൻ ചെയ്തത് തെറ്റ് തന്നെ. നിന്നെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. എനിക്കൊരു സമാധാനവും കേൾക്കണ്ട. എന്റെ മുമ്പേ വെച്ചല്ലേ കുടിച്ചത്, എന്റെ മുമ്പേ വെച്ചല്ലേ മറ്റു വൃത്തികേടുകൾ കാണിച്ചത്. ഒന്നും ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. എങ്ങനെയോ അങ്ങനെയൊക്കെ ആയിപ്പോയി. അതാ കുടിക്കരുതെന്ന് പറയുന്നത്. കുടിച്ചു കഴിഞ്ഞാൽ എത്ര നല്ലവരും മനുഷ്യരല്ലാതാകുമെന്ന് ഞാൻ ഇന്നലെ കണ്ടല്ലോ. ശരിയാണ്, ഞാനിനി ഒരിക്കലും കുടിക്കില്ല. ഇത് സത്യം. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ദേഷ്യം തോന്നരുത്. ആ പോളിന്റെ ഭാര്യ അത്ര നല്ലവളൊന്നുമല്ല. അവരുമായുള്ള കൂട്ടുകെട്ട് നമ്മൾ നശിപ്പിക്കേ ഉള്ളൂ. എന്തോ എനിക്കങ്ങനെ തോന്നി. ഇനിയെല്ലാം ചേട്ടന്റെ ഇഷ്ടം പോലെ. ഇക്കാര്യം പോൾ എന്നോട് പറയണ്ട. ഈ ബാങ്കിലൊക്കെ വലിയ എമൗണ്ട് FD ഇടാൻ എനിക്കെന്താ വട്ടാണോ? അയ്യോ, അങ്ങനെ പറയരുത്. ഇവിടെ ഒരാൾ ഏറ്റുപോയതാ. ഏറ്റാ നീയും കൂടെയാ? അതെ അതെ, നമുക്ക് അയാളെ കൊണ്ട് ചില പ്രയോജനങ്ങളൊക്കെ ഉണ്ട്. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണെന്ന് വെച്ചു. അത് നീ എന്നെ ഒരു വെട്ടിൽ കൊണ്ട് ചാടിക്കുന്ന ഏർപ്പാടാണല്ലോ. താനൊരു കാര്യം ചെയ്യും, സാവകാശമായിട്ട് ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. എനിക്ക് അത്യാവശ്യമായ ഒരു ഇടം വരെ പോകാനുണ്ട്. ഊണിന് ഞാൻ ഇവിടെ എത്തും. അപ്പൊ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഞാൻ ഇറങ്ങട്ടെ. എടിയേ, നീ അച്ചായനെ വെറുതെ ഇരുത്തരുത്. ഇത് ഞാൻ വേണ്ടാന്നൊക്കെ പറയും. നീ കൊടുത്തോ, ഈ കുപ്പി തീർന്നാൽ അകത്ത് വേറെ കുപ്പി ഇരിപ്പുണ്ട്. അച്ഛൻ ഇത്തിരി കൊടുക്കണമെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നോ? ഞാൻ കൊടുത്തോളാം. ഞാൻ ഉടനെ വന്നേക്കാം. ഊണിന്റെ കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം. വാക്ക് രുചിയെടുത്ത് കഴിക്കുന്നയാളായത് ഞാൻ. FD റെഡി. മിടുക്കി.
അങ്ങ് അവശനായി പോയല്ലോ. അവിടെ തന്നെന്ന് വിചാരിച്ച് തനിക്ക് ഇതിന്റെ കപ്പാസിറ്റി അറിയില്ലേ? ഇപ്പൊ ഊണ് കഴിക്കുന്നതിന് മുമ്പ് ഒരു കഴിക്കാൻ നോക്കൂ. എഴുതാക്കി വാ ഊണ് കഴിക്കാൻ. യെസ്, ആരാണ്? ഓ, മിസ്സിസ് പോൾ അല്ലേ? അപ്പൊ എന്റെ ശബ്ദം നിങ്ങൾക്കറിയാം. സോ നൈസ് ഓഫ് യു. ആ, ഞാൻ വിളിച്ചത് നിങ്ങൾ പറഞ്ഞ FD amount ശരിയാക്കിയിട്ടുണ്ട്. ആൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇല്ല, എമൗണ്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. യു ആർ കമ്മിങ് ദിസ് സൈഡ്? നോ നോ, യു ആർ കമ്മിങ് ദിസ് സൈഡ്. നമസ്തേ, വരണം. നമസ്കാരം. അകത്തിരിക്കാം. വരൂ. ഇരിക്കൂ. പോൾ സാറല്ലേ? ഇവിടെ ഇല്ല, ബോംബെക്ക് പോയിരിക്കുക. നാളെ വരൂ. സാറുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. അതിനെന്താ, നിങ്ങളെ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഒരു കുറവും വരുത്തില്ല. കുടിക്കാൻ എന്താ, ബ്രാൻഡിയോ വിസ്കിയോ? ഒന്നും വേണ്ട, വീട്ടിൽ പോകാനുള്ളതാ. ഞാൻ ചെന്നാലേ രാധ വല്ലതും കഴിക്കും. ഊണ് കഴിഞ്ഞ് ബാങ്കിലും പോണം. സാരമില്ല, ഒരു പെഗ് ആവാം. അച്ചായനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ ഞാൻ കുറെ പണിപ്പെട്ടു. ആള് കുറെ കട്ടിയാ. അപ്പോ പോൾ സാർ മിസ്റ്റർ ഫിലിപ്പിനോട് പറഞ്ഞില്ലേ? പറഞ്ഞു, പക്ഷെ പുള്ളിക്കാരൻ അനങ്ങിയില്ല. പാറ പോലുള്ള ആ ഇരിപ്പ് കണ്ടപ്പോ ഇവിടുത്തെ പുള്ളിക്കാരൻ എന്നെ ഏൽപ്പിച്ചിട്ട് ഓഫീസിലേക്ക് പോയി. ആളിങ്ങ് തിരിച്ചു വന്നപ്പോ നിങ്ങളുടെ FD റെഡി. എന്താ ആലോചിക്കുന്നത്? ഈ കണ്ടീഷനിൽ വീട്ടിലോട്ട് പോകണ്ട, നമുക്ക് ഇവിടെ ഊണ് കഴിക്കാം. ഊണ് കഴിഞ്ഞ് സ്വല്പം റെസ്റ്റ് എടുത്തിട്ട് പോയാ മതി. ജോണേ, കഴിക്കണം. മോൾക്ക് അമ്മ ചോറ് വിളമ്പി തരാം, മോള് കഴിക്കേ. വേണ്ട, മോടെ അച്ഛൻ
കഴിക്കൂ. ഹലോ, രാധയല്ലേ? ഞാൻ ഒരു ബിസിനസ് ഇടപാട് ചെയ്തുകൊണ്ടിരിക്കുക. പണി തീർന്നിട്ടില്ല. കാത്തിരിക്കണ്ട, നീയും മോള് ഊണ് കഴിച്ചു. വെക്കട്ടെ. അച്ഛൻ വന്നില്ലല്ലോ അമ്മേ. അച്ഛൻ ഇപ്പൊ വരും. മോര് പെരുന്നാളായിട്ട് അച്ഛൻ മോക്ക് ചോറുമായി തന്നില്ല. മോൾ അച്ഛനോട് പിണക്ക. അച്ഛന് ജോലി തിരക്കല്ലേ? അച്ഛൻ വന്നു. നീ അച്ഛനോട് പിണക്കാന്നല്ലേ പറഞ്ഞത്? അത് ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ അമ്മേ. അച്ഛൻ ഞങ്ങൾ ശരി. നേരെ കഴുകിയിട്ട് വേഗം വന്നേ, അമ്പലത്തിൽ പോണ്ടേ? എനിക്കിന്ന് വല്ലാത്ത അലച്ചിലായിരുന്നു, തീരെ വയ്യ. നിങ്ങൾ പോ. ഹലോ, മിസ്സിസ് പോളോ, എന്താണ്? ശരി. എന്തുദ്ദേശാണിത്? വീട്ടിൽ വെച്ചും തുടങ്ങിയോ? റീജിയണൽ മാനേജർ തന്നതാ. കുറച്ച് ക്ഷീണം തോന്നി, സ്വല്പം കുടിച്ചു. കുറെ ദിവസമായി നിങ്ങൾക്ക് ഈ ക്ഷീണം തുടങ്ങിയിട്ട്. ഇനി ഞാനിത് അനുവദിക്കില്ല. നിന്റെ തന്ത സമ്പാദിച്ചാലോട് ഞാൻ കുടിക്കുന്നത്. നിന്നെ ഞാനൊന്ന് ശരിപ്പെടുത്തും. അവരുടെ ഒരു അട്ടിച്ചോണ്ട് മോളെ, മോളെ, മോളെന്താ ഇവിടെ കിടക്കുന്നേ? മോൾ അച്ഛൻ പോയിട്ട് വരാം. മോക്ക് പേടിയാ അച്ഛനെ.
മോളെന്തിനാ പേടിക്കുന്നേ? മോടെ അച്ഛനല്ലേ? വേണ്ട, അച്ഛനും അമ്മ അടിക്കും. ഈ അച്ഛൻ ചീത്തയാ. അങ്ങനെ പറയരുത് മോളെ. മോളിഞ്ഞു വാ. എന്താ എന്താ ചേട്ടാ? മിസ്റ്റർ അരവിന്ദൻ, നിങ്ങളുടെ മദ്യപാനം നിങ്ങളുടെ കരളിനെയും ബാധിച്ചു തുടങ്ങിയിരിക്കും. ഇനി ഇത് തുടർന്നാൽ കരൾ പൂർണ്ണമായും നശിക്കും. എന്ന് പറഞ്ഞാൽ മരണം തീർച്ചയായും നടത്തും. ഞാനിത് തുടങ്ങിയിട്ട് കുറച്ചു നാളെ ആയിട്ടുള്ളൂ ഡോക്ടർ. അത് പ്രശ്നമല്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പൂർണ്ണമായും ഇത് മാറ്റിയെടുക്കാൻ സാധിക്കും. നിങ്ങൾ സഹകരിക്കണമെന്ന് മാത്രം. എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ രക്ഷിക്കണം ഡോക്ടർ. ഞാൻ ശ്രമിക്കാം. നിങ്ങൾ രണ്ടുപേരും മനഃപൂർവ്വം സഹകരിക്കുമെങ്കിൽ. എത്ര സന്തോഷമായി കഴിഞ്ഞുകൂടിയ ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. ഇത് തുടങ്ങിയപ്പോ ഞങ്ങളുടെ വീട്ടിലെ സന്തോഷവും സമാധാനവും ആകെ തകർന്നു ഡോക്ടർ. അത് ശരിയാണ്. മദ്യം മനുഷ്യന്റെ ശരീരത്തെ മാത്രമല്ല, അവന്റെ സ്വഭാവം, പെരുമാറ്റം, ചിന്താശക്തി ഇതിനെയൊക്കെ ബാധിക്കും. മദ്യപാനം കുടുംബങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും തകർത്ത എത്രയോ അനുഭവങ്ങളുണ്ട്. മിസ്റ്റർ അരവിന്ദൻ, നിങ്ങളുടെ ആദ്യത്തെ ഛർദിൽ നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് തന്ന ആദ്യത്തെ വാണിംഗാണ്. ഉടനെ എന്നെ കാണാൻ വന്നത് നന്നായി. മദ്യം മനുഷ്യ ശരീരത്തെ എങ്ങനെ നശിപ്പിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഞാൻ കാണിച്ചു തരാം. മദ്യം ഒരു ചെറിയ അളവിൽ കഴിച്ചാൽ പോലും അത് ആമാശയത്തിലെത്തി കരൾ, ഹൃദയം, തലച്ചോറ് എന്നീ പ്രധാന അവയവങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ആമാശയത്തിലെത്തിയാൽ അത് പിന്നീട് ചെറുകുടലിൽ പ്രവേശിക്കുന്നു. ചെറുകുടലിന്റെ ഭിത്തിയിലുള്ള വിരൽ പോലെ ഉണ്ടു നിൽക്കുന്ന വില്ലൈ എന്ന ഭാഗങ്ങളിൽ കൂടി കടന്ന് മദ്യം കുടലിൽ വെച്ച് രക്തത്തിലേക്ക് ലയിക്കുന്നു. കുടലിലുള്ള രക്തക്കുഴലുകൾ കടന്ന് പോർട്ടൽ വെയിൻ വഴി മദ്യം കരളിൽ എത്തിച്ചേരുന്നു. കരളിൽ വെച്ച് പോർട്ടൽ വെയിൻ 2 കുഴലുകളായി വിഭജിച്ച് പിന്നീടത് കരളിലുള്ള സൈനുസോയിഡ് എന്ന കോശങ്ങളിലേക്ക് എത്തുന്നു. ഈ സൈനുസോയിഡ് കോശങ്ങളിൽ 2 തരത്തിലുള്ള രക്തക്കുഴലുകൾ തുറക്കുന്നുണ്ട്. ഒന്ന് ശ്വാസകോശത്തിൽ നിന്നും ശുദ്ധരക്തം കൊണ്ടുവരുന്നതും മറ്റത് ആമാശയത്തിൽ നിന്നും മദ്യം കലർന്ന രക്തം കൊണ്ടുവരുന്നതും. കരളിൽ വെച്ച് കുറച്ച് മദ്യം ലയിച്ച് മലിന വസ്തുവായി ശരീരത്തിന്റെ പുറത്തു പോകുന്നു. എന്നാൽ കൂടുതൽ മദ്യവും ഈ രീതിയിൽ ദഹിപ്പിച്ച് കളയാനുള്ള ശേഷി കരളിനില്ല. ആദ്യം കരളിന്റെ ഒരു ഭാഗം കട്ടുപിടിച്ച് തുടങ്ങുന്നു. കരൾ കാലാന്തരത്തിൽ പൂർണ്ണമായും നശിച്ചു പോകില്ല. നല്ലത്. കുടിക്കാനുള്ള അടക്കാനാവാത്ത ആസക്തി വരികയാണെങ്കിൽ എന്നെ കാണുക. ആൽക്കഹോൾ അനോണിമസ് എന്നൊരു സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ പ്രശസ്തമായ സേവനം ഇക്കാര്യത്തിൽ അവർ ചെയ്യുന്നുമുണ്ട്. അവരെ സമീപിച്ചാലും മതി. ഏറ്റവും അഡിക്റ്റ് ആയവരെ പോലും ഞങ്ങൾ മാറ്റിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മദ്യപാന ശീലം മാറ്റാൻ ഒക്കുകയില്ലെന്ന് ധരിക്കരുത്. അതൊരു തെറ്റായ ധാരണയാണ്. മാറ്റാനുള്ള മനസ്സില്ലാതെ വരും. ദി വിൽ. അതാണ് യഥാർത്ഥ പ്രശ്നം. മിസ്റ്റർ അരവിന്ദൻ, ഹലോ, എന്താ പതിവില്ലാതെ? രണ്ടുപേരും എങ്ങോട്ടോ പോകാൻ റെഡിയായി നിൽക്കുന്നത് പോലെ. മോള് ട്യൂഷൻ കഴിഞ്ഞ് വരാൻ കാത്തിരിക്കുക. ഞങ്ങൾ ഇവളുടെ വീട് വരെ ഒന്ന് പോകാമെന്ന് വെച്ചു. ഒരു ചേഞ്ചിന് വേണ്ടി.
ഞങ്ങളൊരു ചേഞ്ചിന് എസ്റ്റേറ്റ് വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ നാളെ എത്തും. നമുക്ക് നാളെ കാണാം. അത് പറ്റില്ല. ഇന്ന് നിങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റ് ആണ്. യു ആർ കമ്മിങ് വിത്ത് us. രാത്രി തന്നെ മടങ്ങിപ്പോരാം. ഇവരുടെ ബർത്ത്ഡേ ആണ്. വളരെ ക്വയറ്റായിട്ട് ആഘോഷിച്ചാൽ മതി നാം തീരുമാനിച്ചത്. അത് ഇവരുടെ ഐഡിയ. ഓ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മിസ്സസ് പോൾ. താങ്ക് യു. വേറെ ആരും ഉണ്ടാവില്ല, നമ്മൾ 4 പേര് മാത്രം. അയ്യോ, ഞാനിന്ന് വീട്ടിൽ ചെല്ലുമെന്ന് അച്ഛന് കത്തെഴുതിയിട്ടുണ്ടായിരുന്നു. അതെ, അമ്മാവൻ കാത്തിരിക്കും. നീയാണ് പറഞ്ഞത് വേറെ ആരെയും ക്ഷണിക്കണ്ടെന്ന്. ഇപ്പൊ സംഗതി ആകെ ബോറായില്ലേ? നമ്മൾ തനിച്ചവിടെ ചെന്ന് എന്താഘോഷിക്കാനാ? നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതൊക്കെ നേരത്തെ പറഞ്ഞ് ഏർപ്പാട് ചെയ്യണമെന്ന്. എന്നോട് വെറുതെ ദേഷ്യപ്പെടാതെ. അതിനിപ്പോ ഇവര് വരില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ വന്നേ പറ്റൂ. നിങ്ങൾ വന്നില്ലെങ്കിൽ ഈ പ്രോഗ്രാം ആകെ അപ്സെറ്റ് ആകും. എന്റെ ബർത്ത്ഡേ ആയിട്ട് പ്ലീസ് കം. ശരി, ഞങ്ങൾ വരാം. ഞാനിപ്പോ വരാം. മോളുടെ കാര്യം നാണയമ്മയുടെ ഏൽപ്പിച്ചിട്ട് വരാം. മിടുക്കി. സന്ദർഭം അനുസരിച്ച് പെരുമാറാൻ അറിയാം. താനെന്താ മിഴുങ്ങശ നിൽക്കുന്നത്? ഹോം ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പീലില്ല. എനിക്കുണ്ടോ? യുവേഴ്സ് ഒബീഡിയന്റ്. വരൂ. ഇതാണ് നിങ്ങളുടെ മുറി. ഞങ്ങളുടെ മുറി അപ്പുറത്താണ്. തൽക്കാലം ഇവിടെ ഇരുന്നാൽ മതി. പക്ഷേ വല്ലതും കഴിച്ചു കഴിഞ്ഞ് രണ്ടും 2 പാത്രത്തിലാവും. ഓക്കെ? നമ്മളൊരു കാര്യം മറന്നു. ഇവിടെ ഒരു കഷ്ടമുണ്ട്. ഇവിടെ ആര് തന്നെ വന്നാലും പോകുന്നത് വരെ ആവശ്യമുള്ള വസ്ത്രം മാത്രമേ ഉപയോഗിക്കൂ. ഞാൻ ഊരണം. ഊരിയേ പറ്റൂ. ഇതൊരു സ്പെഷ്യൽ സാധനം. ഞാൻ പ്രത്യേകം പറഞ്ഞ് ജയിപ്പിച്ചതാ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ആ വെറും മുന്തിരിച്ചാറാ. പ്ലീസ്. ഞാൻ ഇവിടെ നിന്നാ പറ്റിയില്ല. അകത്ത് പോയി സൂപ്പർവൈസ് ചെയ്തിട്ട് വരാം. പെട്ടെന്നടിച്ചു. ഇത് ആഹാരം കഴിക്കാൻ വേണ്ടി മാത്രം. ഒന്നാന്തര സ്റ്റഫാ. ഒരുപാട് കഴിക്കാൻ പാടില്ല. പിന്നെ ശകല അകത്ത് എന്നാ നല്ല വിശപ്പുണ്ടാവും. അദ്ദേഹത്തിന് ഇങ്ങനെ കുടിപ്പിക്കാനാണെങ്കിൽ നിങ്ങളുടെ പാർട്ടി കഴിയുന്നവരെ ഞാൻ അപ്പുറത്തിരിക്കാം. ഊണ് കഴിക്കാൻ നേരം വിളിക്കാം. ഇങ്ങനെ പിണങ്ങിയിരുന്നാൽ എന്നെ തൊട്ടുമുട്ടൊന്നും വേണ്ട. ഒരു കാര്യം കാണാൻ വിളിക്കാൻ വന്നതാ. അത് കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം. വാ.
കേറി നോക്ക്. നോക്കെന്ന് കാണേണ്ട കാഴ്ചയല്ലേ? അത് കണ്ടല്ലോ, നിന്റെ ഭർത്താവ് എന്റെ ഭാര്യയുടെ കൂടെ കഴിയുന്നത്. പിന്നെ നമുക്കായാലെന്താ? നഷ്ടക്കച്ചവടം ഞാൻ ചെയ്യാറില്ല. ഇറങ്ങട പുറത്ത്. എല്ലാ പെണ്ണുങ്ങളും തേവിടിച്ചാലാന്ന് വിചാരിച്ചോ? ഇറങ്ങട. അയ്യോ വേണ്ട, ഞാനങ്ങ് പോയേക്കാം. ശരീരത്തിന് കേടുവരുന്ന ഒരു പണിക്കും ഞാനില്ല. രാധേ, എന്താണിത്? ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ്. നിങ്ങളുടെ ഈ ഉയർന്ന സംസ്കാരത്തിൽ എനിക്ക് ജീവിക്കാൻ വയ്യ. എന്നെ മോളെയും എന്നെങ്കിലും കാണണമെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങോട്ട് വരാം. ഹലോ, ഞാനിന്ന് വരുന്നില്ല. അവിടെ പറഞ്ഞേക്ക്. സ്വസ്ഥമായിരുന്നു, കള്ളു കുടിക്കാനും സമ്മതിക്കില്ലല്ലോ. കച്ചി കാലത്തെ അടിച്ച് കൂസാണെന്ന് തോന്നുന്നു.
അച്ഛനൊരു കാര്യം ചോദിച്ചാ സത്യം പറയുമോ? എന്താണ് അച്ഛാ? ആ മോള് ആ മാവിൻ ചോട്ടി പോയി കളിക്കും. കുറെ നാളായല്ലോ നീ ഇവിടെ വന്നിട്ട്. അരവിന്ദൻ ഇതുവരെ ഇങ്ങോട്ട് വന്നില്ല. ജോലി കൂടുതലായിരിക്കും. എത്ര ജോലി ഉണ്ടായാലും ഒരാഴ്ച തികച്ച് നിന്നെയും മോളെയും കാണാതിരിക്കുന്ന ആളല്ല അരവിന്ദ്. എന്തോ കാര്യത്തിന് നിങ്ങൾ തമ്മിൽ പിണങ്ങിയിരിക്കും. കാരണം എന്തെന്ന് ഞാൻ ചോദിക്കും. എന്ത് കാരണമായാലും തെറ്റ് അരവിന്ദന്റെ ഭാഗത്ത് തന്നെ ആയാലും നീ അതൊക്കെ ക്ഷമിച്ച് നാളെ തന്നെ അവന്റെ വീട്ടിലേക്ക് പോകണം. അവിടേക്ക് ഞാൻ പോയില്ല അച്ഛാ. അതിനച്ഛൻ എന്നെ നിർബന്ധിക്കരുത്. എന്നാൽ ഞാൻ പോയി അരവിന്ദനെ വിളിച്ചോണ്ട് വരാം. അത് വേണ്ട. അച്ഛൻ ഇതേപ്പറ്റി കൂടുതലൊന്നും എന്നോട് ചോദിക്കോ പറയോ ചെയ്യരുത്. സാറൊരു 3 ഔട്ട് സ്റ്റേഷൻ ചെക്ക് ഡിസ്കൗണ്ട് ചെയ്തില്ലേ? അത് 3 തകരാറിലാണ്. ആടിത്തിങ്ങൾ പിടിച്ചിരിക്കുകയാണ്. ഓ സാരമില്ല. സാറ് വിചാരിക്കുന്ന രീതിയിലല്ല, സംഗതി വളരെ കുഴപ്പമാണ്. കുറെ നാളായി അരവിന്ദനെ പറ്റി പല പരാതികളും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് നിങ്ങളുടെ അമിതമായ മദ്യപാനം. നിങ്ങൾ കുടിച്ചോളൂ, അത് നിങ്ങളുടെ കാര്യം. പക്ഷേ ഓഫീസിലിരുന്ന് കുടിക്കുകയും കുടിച്ചുകൊണ്ട് ഓഫീസിൽ വരികയും ചെയ്താൽ അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. കുടിക്കണ്ടെന്ന് പലപ്പോഴും ഞാൻ തീരുമാനിച്ചതാണ്. പക്ഷേ എന്തോ എന്നെ കൊണ്ട് സാധിക്കുന്നു. ഒരു വല്ലാത്ത അസ്വസ്ഥ. അത് വരുമ്പോൾ കുടിച്ചേ പറ്റൂ. അതിനെന്നെ കുറ്റം പറയാം. എന്റെ കുടി എന്റെ ജോലിയെ ബാധിക്കാതെ ഞാൻ സൂക്ഷിച്ചു. ഇനിയിപ്പോ സൂക്ഷിച്ചിട്ട് എന്ത് കാര്യം? നിങ്ങളെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഓർഡേഴ്സ് അയച്ചു കഴിഞ്ഞു. അയ്യോ സാർ, അത് വേണ്ട. സസ്പെൻഷൻ നടപ്പാക്കും. നാണക്കെട്ട്. ബാങ്കിന്റെ പണം തിരിമറി ചെയ്യുന്നത് അത്ര നിസ്സാര കാര്യമല്ല. ആ എമൗണ്ട് ഞാൻ അടയ്ക്കാൻ സാർ. എന്നടയ്ക്കാൻ സാധിക്കുമെന്ന? അത് ഒരാഴ്ച മതി. ഒരാഴ്ചയ്ക്ക് അടയ്ക്കാമെന്ന് ഉറപ്പുണ്ടോ? അടയ്ക്കാം, തീർച്ചയായും. ഇന്ന് തന്നെ നിങ്ങളുടെ പേരിൽ ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുക്കാനാണ് MD എന്നോട് പറഞ്ഞത്. എന്റെ റിസ്കിൽ ഞാൻ ആ നടപടി നിർത്തിവെക്കും. പക്ഷെ ഒരാഴ്ചയ്ക്കകം നിങ്ങൾ പണം അടച്ചില്ലെങ്കിൽ the consequences will be very serious. Excuse me, I am Chandran. My instructions are to leave you and take charge.
നിനക്കറിയാവില്ല. നീ വിചാരിച്ചാലുണ്ടാകാൻ ഞാൻ രക്ഷപ്പെടും. ചേട്ടന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ വീടും പുരയിടവും വിറ്റാൽ അയ്യോ, തറവാട് വിൽക്കാനോ? അച്ഛൻ സമ്മതിക്കില്ല. നിനക്ക് വിഷമമാണേ ഇരിക്കണ്ട. പക്ഷെ ജോലി പോകും തീർച്ചയായും. പക്ഷേ പണാപകരണത്തിന് ജയിലിൽ പോലെ അതിനേക്കാൾ നല്ലത് ആത്മഹത്യ. എന്റെ മോടെ തലമുറയായി പുറത്തു വന്ന ഒരു തറവാടാണ്. കാവും കുളവും കാരണവന്മാരുടെയും നിന്റെ അമ്മയുടെയും അസ്ഥിത്തറയുമുള്ള ഈ തറവാട് വിൽക്കാൻ ഭർത്താവ് ദൈവമാണെന്ന് അച്ഛൻ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടില്ലേ? എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്ത പിന്നെ ഞാൻ എന്തിനു ജീവിച്ചിരിക്കണം? അതുകൊണ്ട് അച്ഛൻ തടസ്സമൊന്നും പറയരുത്. അച്ഛൻ ഞങ്ങളുടെ കൂടെ വന്ന് താമസിച്ചാൽ മതി. നിന്റെ ഇഷ്ടം. ഞാനിത് നിനക്ക് എഴുതി തന്നതാണ്. നിന്റെ മോക്കിത് ഉപകരിക്കുമെന്ന് ഞാൻ കരുതി. എന്റെ കുഞ്ഞിനെയും കൊണ്ട് തെണ്ടേണ്ടി വന്നാലും ഞാനിത് വിൽക്കും. എനിക്ക് അദ്ദേഹത്തെ രക്ഷിച്ചേ പറ്റൂ. കാലം വരെ അദ്ദേഹം ഇവിടെ തന്നെ താമസിച്ചോട്ടെ. ഈ വിവരം അങ്ങനെ കണ്ട് ഒന്ന് പറഞ്ഞിട്ട് പോകാനാ ഞാൻ കൂടെ വന്നത്. പക്ഷേ ഞാനൊന്ന് പറയാം, വലിയങ്ങനെ തനിച്ച് ഇവിടെ ഇടാതെ കൂടെ കൊണ്ടുപോകുന്നതാ നല്ലത്. ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞതാ, വരണ്ടേ? രാധേ, നമുക്ക് ഇന്ന് വൈകുന്നേരം തന്നെ പുറപ്പെടണം. അച്ഛാ, അച്ഛാ, രാധേ, നീ കുറച്ചേരം വിശ്രമിക്കും. ഞാൻ ഇപ്പൊ തന്നെ ബാങ്കിൽ പോയി പണം അടച്ചിട്ട് വരാം. ഇതോടെ നമ്മുടെ എല്ലാ പ്രോബ്ലവും തീർന്നു. ചെല്ലേ, വരട്ടെ മോളെ. സോ വൺ ഹെഡേക്ക് ഈസ് ഓവർ. തുകയടച്ച് ഏതായാലും നന്നായി. ഞാൻ ഇന്ന് തന്നെ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തോട്ടെ. ഇന്നലെ ഡയറക്ടർ ബോർഡ് കൂടി അരവിന്ദനെ ഡിസ്മിസ് ചെയ്യാനായിരുന്നു തീരുമാനം. ഡിസ്മിസിൽ എന്റെ ഉദ്യോഗം പോയെന്നു? നോ സർ, പ്ലീസ് ഹെൽപ്പ് മീ. ഐ ആം ഹെൽപ്ലെസ്. ഡയറക്ടേഴ്സ് ബോർഡിന്റെ തീരുമാനമാണ്. ഞാൻ തുക മുഴുവൻ അടച്ചല്ലോ സർ. അതുകൊണ്ട് പ്രോസിക്യൂഷൻ നടപടിയും പോലീസ് കേസും ഉണ്ടാകാതിരിക്കാൻ നോക്കാം. ദാറ്റ്സ് ദ മാക്സിമം ഐ ക്യാൻ ഡു ഫോർ യു. മുട്ട ഫസ്റ്റ്. പോൾ സാറില്ലേ ഇവിടെ? ഉണ്ട്. ആരെ അകത്തോട്ട് വിടുന്നെന്നാ പറഞ്ഞിരിക്കുന്നത്. പോകരുതെന്ന് പറഞ്ഞില്ലേ? ശരി, പോരാ. ആ ചെല്ല്, അകത്തെല്ലുമ്പോ കിട്ടിക്കോളും. മിസ്റ്റർ ചന്ദ്രൻ ഇസ് ബ്രില്യന്റ് അല്ലേ ശ്രീമതി? Yes, he has got ideas. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇപ്പൊ വേണ്ട, ഞങ്ങളൊരു ബിസിനസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സൗകര്യമായിട്ട് മറ്റെപ്പോഴെങ്കിലും സംസാരിക്കാം. ആ മിസ്റ്റർ ചന്ദ്രൻ, നമ്മളുടെ ആ പ്രോജക്ട് നിങ്ങൾ പറഞ്ഞ രീതിയിൽ നമുക്കൊന്ന് റീകാസ്റ്റ് ചെയ്യാം. റിയലി ഫാന്റാസ്റ്റിക്. മിസ്സിസ് പോൾ, ഞാൻ ജോൺ, ജോണേ, ആരും ഇങ്ങോട്ട് കടത്തി വിടണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞു. എനിക്ക് തന്റെ സമാധാനം ഒന്നും കേൾക്കണ്ട. സമാധാനമായിട്ടൊരു തിരിക്കാൻ സമ്മതിക്കില്ല. ഓരോരുത്തരും ഒന്ന് കയറിക്കൊള്ളും. ആ, നമുക്ക് നമ്മുടെ കാര്യം ഡിസ്കസ് ചെയ്യാം. നമസ്കാരം സർ. എന്റെ മോളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. വളരെ സീരിയസ് ആണ്. ഒരു 100 രൂപ തരണം പ്ലീസ്. നാളെ തിരിച്ചു വന്നേക്കും.
താങ്ക്സ്. നമ്മുടെ പഴയ ബാങ്ക് മാനേജറില്ലേ വന്നിട്ട് പോയത്? അതെ. എന്നിട്ട് വല്ലതും കൊടുത്തോ? കുഞ്ഞിന് സുഖമില്ലെന്ന് പറഞ്ഞുകൊണ്ട് 100 രൂപ കൊടുത്തു. കൊള്ളാം. കഴിഞ്ഞ ആഴ്ച ഇതേ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞ എന്റെ കയ്യിൽ നിന്ന് രൂപ വാങ്ങിച്ചത്. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അത് വെള്ളം പിടിക്കാനായിരുന്നു. സാറിന് ഇപ്പൊ ജോലിയൊന്നും ഇല്ലേ? അല്ലെങ്കിൽ എന്തിനാ ജോലി? ഒരു കുപ്പി പട്ടയും 2 മുട്ടയും ഉണ്ടെങ്കിൽ കുശാലായി. ഒരു 50 രൂപ ആയിരുന്നു. എപ്പോഴും ഇങ്ങനെ ഒന്ന് ബുദ്ധിമുട്ടിച്ചാലോ? എന്റെ കയ്യിൽ പണമാണ് തരുന്നത്. അവന്റെയൊക്കെ ഒരു പോസ് ഞാനും ഇത് കുറെ കണ്ടതാടേ. നല്ല മോളല്ലേ, നീ ഉറങ്ങിക്കേ. അമ്മേ, എനിക്ക് വിശക്കുന്നു അമ്മേ. എന്റെ മോളെ, ഇത് കുടിച്ചിട്ട് ഉറങ്ങിക്കോ. അമ്മ നാളെ രാവിലെ വയറ് നിറച്ച് അപ്പം ഉണ്ടാക്കി തരാം. ഇപ്പൊ കിടക്കും. ദ്രോഹി. മിസ്റ്റർ ബാലൻ, ഒരു 50 രൂപ വേണം. വീട്ടിൽ അരി മേടിക്കാനുള്ള ഉദ്ദേശത്തില പല പ്രാവശ്യം രൂപ എന്ന് സഹായിച്ചുള്ളത്. പിന്നീടാണ് മനസ്സിലായത് അത് വെള്ളമടിക്കാനാണ്. വെള്ളമടിക്കാനേ എനിക്കറിയാം, ഞാൻ അടിച്ചോളാം. കക്കുംതോറും നശിക്കും, നശിക്കും തോറും കക്കും എന്ന ചൊല്ലുപോലെ ആയിട്ടുണ്ട് ഇവിടുത്തെ സ്ഥിതി. പ്രയാസങ്ങളും കഷ്ടപ്പാടും കൂടും തോറും കൂടി വരികയാണ്. അല്പമെങ്കിലും ബോധമുള്ളത് ഉണർന്നെണീക്കുമ്പോഴാണല്ലോ. അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത്. മുഖവരെയൊന്നും വേണ്ട, വല്ലതും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു തൊലകെ. ഇനി ഒന്നും നിൽക്കാൻ ബാക്കിയില്ല. കടം തരാനും ആരുമില്ല. ഞാൻ എത്ര ദിവസം വേണമെങ്കിലും പട്ടിണി കിടക്കാം. മോള് വിശന്ന് കരയുമ്പോ ചത്തു കളഞ്ഞാലോ എന്ന് തോന്നിപ്പോ. ഒരു നേരമെങ്കിലും അവൾക്ക് വയറ് നിറച്ച് ആഹാരം കൊടുക്കാൻ ഇനി എന്താണ് ഒരു വഴി? വഴി ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറയുന്നത്? വെറുതെ പറഞ്ഞിട്ട് ഫലമില്ല. കണ്ടില്ല കേട്ടില്ല എന്ന് ഭാവിക്കുന്നതും മനപ്രയാസം തീരാൻ സദാസമയം കുടിച്ച് ബോധമില്ലാതെ കിടക്കുന്നതും ഒരു പോംവഴിയല്ല. ഞാൻ എന്തോ വേണമെന്നാ പറയുന്നത്? ഒരു ജോലി ഉണ്ടാവണം, അത് തരാൻ ആളുണ്ടാവണം. ജോലി കിട്ടിയ അത് പുലർത്താൻ മനസ്സുണ്ടാവണം. അല്ലെങ്കിൽ വല്ലതും വാങ്ങിച്ചു തന്ന് നമുക്കെല്ലാം ഒന്നിച്ച് മരിക്കാം. ഞങ്ങളുടെ ഇന്നത്തെ സ്ഥിതി പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ്. എല്ലാം അത് അവനോട് ഓർക്കണമായിരുന്നു. പോൾ സാർ ദയവ് വിചാരിച്ചാൽ. എനിക്ക് ദൈവമൊക്കെ ഉണ്ട്, പക്ഷേ ദൈവം വിചാരിച്ചാൽ പോലും ചിലത് നശിച്ചടങ്ങൂ എന്ന് വെച്ചാലോ? ഞാൻ കുറ്റം പറയാമെന്ന് വിചാരിക്കരുത്. ഒരു ദോഷമില്ലാത്ത ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം. ഇനി എന്തിനാ അതൊക്കെ പറയുന്നത്? മനസ്സിലായി അവൾ പറഞ്ഞു വരുന്നത് നമ്മൾ നശിപ്പിച്ചുവെന്നാ. അയ്യോ, എന്നല്ല, ഇങ്ങനെ ഇതൊക്കെ സംഭവിച്ചു പോയി. മനസ്സ് വെച്ചൊന്ന് സഹായിച്ചാൽ ഒരു കുടുംബം രക്ഷപ്പെടും. എന്റെ കുഞ്ഞിനെ ഓർത്തെങ്കിലും മനസ്സിൽ ഒരു വിരോധം വെക്കരുതെന്ന്
അപേക്ഷിക്കാനാണ് ഞാൻ തന്നെ വന്നത്. കേട്ടിടത്തോളം വളരെ കഷ്ടമാണെന്നാണ് തോന്നുന്നത്. എന്തെങ്കിലും ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. പക്ഷേ ദൈവം സാറിനെ രക്ഷിക്കും. അത്രയ്ക്ക് ഞങ്ങൾ അറിയിക്കുകയാണ്. അല്ല, നമ്മുടെ പിലിപ്പച്ചാരോടൊന്ന് പറഞ്ഞു നോക്കിയാലോ? നല്ല കൂത്ത്. എന്തോ ജോലി ചെയ്യാനാ? വെളിവുള്ള ഏതെങ്കിലും നേരം അയാൾക്കുണ്ടോ? ഒരു ജോലി കിട്ടിയാൽ ഈ ശീലം തീർച്ചയായും മാറും. എടി കൊച്ചേ, നിനക്ക് ഇതിനെ പറ്റി അത്രയ്ക്ക് ബോധമുണ്ട്. ഇനി ഒടേതമ്പുരാൻ വന്നാൽ കൂടി ഈ മനുഷ്യരെ മാറ്റിയെടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് നിന്റെ കാര്യമാണ്. നിനക്ക് വല്ല ജോലിയോ മറ്റോ തരാമെന്ന് ഞാൻ പിലിപ്പച്ചാരോട് ചോദിച്ചു നോക്കട്ടെ. ചിലപ്പോ പറ്റിയേ. അതൊക്കെ നിന്റെ മിടുക്കും ഭാഗ്യവും പോലിരിക്കും. പണ്ട് അവൾ എന്റെ മുമ്പിൽ വലിയ ശീലാവധി ഭാവിച്ചതാ. അതാണ് എനിക്കൊരു വാശി. അച്ചായം വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്താൽ സംഗതി റെഡി. അതാണ് അവരുടെ ഇപ്പോഴത്തെ സ്ഥിതി. നമ്മുടെ ഒറ്റാലിത് ആരെങ്കിലും ചാടിയിട്ടുണ്ടോ അച്ചായ? അല്ലേ? ഞാനിപ്പോ എത്തിക്കൊള്ളാം. ഓക്കെ ഓക്കെ. പറഞ്ഞിട്ട് വന്നതാ. മിസ്സിസ് അരവിന്ദന്റെ കാര്യം പോൾ പറഞ്ഞിരുന്നു. തൽക്കാലം എന്റെ സ്കൂളിൽ നോക്കാം. അരവിന്ദൻ സ്വല്പം കഴിക്കുന്നു. വേണ്ട, കഴിക്കണ്ട. ഞാൻ എന്റെ പേഴ്സ് എടുക്കാൻ മറന്നുപോയല്ലോ. ഒരു സാധനം വാങ്ങിക്കാണ്ടായിരുന്നു. എന്ത് വേണം? ഒരു 10 രൂപ. ഞാൻ അങ്ങ് തിരിച്ചു കൊടുക്കുമല്ലോ. പേരെന്താ പറഞ്ഞത്? രാധ. രാധയ്ക്ക് ഉദ്യോഗം തരണമെങ്കിൽ ഏതെങ്കിലും ഒരു ടീച്ചറോട് അവധി എടുക്കാൻ പറയണം. അത് സാരമില്ല. 10ഉം 15ഉം ഒക്കെ തന്ന് ഉദ്യോഗത്തിൽ കയറിയവരാണെങ്കിലും ഞാൻ പറഞ്ഞാൽ അവളൊക്കെ അനുസരിക്കും. ആഹാരത്തിന് നിവൃത്തിയില്ലഞ്ഞിട്ടാണ് ഞാൻ ജോലിക്ക് വരുന്നത്. കെട്ടിവെക്കാൻ പണം. അതറിയാം. പണം തന്നെ തരണമെന്നില്ല. വാ, അങ്ങോട്ടിരിക്കാം. നീയും നിന്റെ ഉദ്യോഗവും എന്ന് പറഞ്ഞാൽ പട്ടിണി മാറുമോ? വേണ്ടടാ പട്ടി. ഇതിലും ഭേദം പട്ടിണി കിടന്ന് മരിക്കുന്നതാ. ഏയ്, അങ്ങനെ പോകാൻ പറ്റുമോ? ഭർത്താവല്ലേ കൊണ്ടുവന്നത്. ഭർത്താവ് വന്ന് വിളിച്ചോണ്ട് പോട്ടെ. തൊട്ടുപോരുത്. നിന്നെയും കൊല്ലും, ഞാനും ചാവും. എങ്ങനെയുണ്ട്? പോടാ. ആകെ നാണക്കേടായി. നിന്റെ വാക്കും കേട്ട് ടിവിയിൽ മുറിയും എടുത്ത് നാശം, മെനക്കേട്. എന്തു പറ്റി? അവള് ഗുണം പിടിക്കില്ല. പിച്ചാത്തിയും കാണിച്ച് പേടിപ്പിച്ച് ഒറ്റ ഓട്ടം. അവള് പോയി തുണയട്ടെന്ന്. നമുക്ക് വേറെ അറേഞ്ച് ചെയ്യാം. അവക്കൊരു ഉദ്യോഗം കിട്ടാനുള്ള തലയെഴുത്തില്ല. അല്ല പിന്നെ നിങ്ങളൊരു മനുഷ്യനാണോ? ഇത്രത്തോളം നീതിനാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
രക്ഷപ്പെടുകയില്ല. സാഹചര്യവും കൂട്ടുകെട്ടുമാണ് എന്നെ ഈ നിലയിലെത്തിച്ചത്. ദ്രോഹികൾ, ഇതുപോലുള്ള സാമൂഹ്യ ദ്രോഹികൾ ഉള്ളിടത്തോളം കാലം എന്റെ പോലുള്ള സാധുക്കൾക്ക് രക്ഷയില്ല. നീ ഇത് അന്നേ പറഞ്ഞതാണ്, ഞാൻ കേട്ടില്ല. നീ എനിക്ക് മാപ്പ് തരണം. ഒരു തെറ്റും ചെയ്യാത്ത ഈ അമ്മയും മകളും ഇന്ന് അനാഥരാണ്. ഈ യുവതിയായ അമ്മയുടെയും